Hello dears, welcome back to XYLEM Learning. It's me, Adarsh. മക്കളെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എന്താണ് a² - b². സിമ്പിൾ ആണ്. ഈ വലിയ സ്ക്വയർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഈ വലിയ സ്ക്വയറിന്റെ ഒരു സൈഡ് a ആണെങ്കിൽ അതിന്റെ ഏരിയ എന്തായിരിക്കും? a² ആയിരിക്കും. സംശയമുണ്ടോ? ഇല്ല, ആർക്കും സംശയം ഉണ്ടാവില്ല അല്ലേ? പരപ്പളവ് a² ആയിരിക്കും. അതുപോലെ ഈ സൈഡ് b ആണെങ്കിൽ ഈ ഏരിയ എന്ന് പറയുന്നത് b² ആയിരിക്കും. ശരിയല്ലേ? ഈ സ്ക്വയറിന്റെ ഒരു സൈഡ് a ആണെങ്കിൽ ഏരിയ a² ആയിരിക്കും. അതുപോലെ ഈ സ്ക്വയറിന്റെ സൈഡ് b ആണെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് b² ആയിരിക്കും. എന്നാൽ ഈ വലിയ സ്ക്വയറിൽ നിന്ന് ഞാൻ ഈ ചെറിയ സ്ക്വയർ മുറിച്ച് മാറ്റിയാൽ എന്ത് സംഭവിക്കും? വലിയ സ്ക്വയറിൽ നിന്ന് ചെറിയ സ്ക്വയർ ഞാൻ മുറിച്ച് മാറ്റിയാൽ ആ ഏരിയ a² നിന്ന് എന്തായിട്ട് മാറും മക്കളെ? നോക്ക്, a² നിന്ന് അത് എന്തായിട്ട് മാറും? a² - b² ആയിട്ട് മാറും. അതായത് a സൈഡ് ആയിട്ടുള്ള സ്ക്വയറിൽ നിന്ന് b സൈഡ് ആയിട്ടുള്ള സ്ക്വയർ മുറിച്ച് മാറ്റിയാൽ ബാക്കി വരുന്ന ഭാഗത്തിന്റെ ഏരിയയാണ് a² - b². സെറ്റാണോ? a² - b² എന്ന് പറഞ്ഞാൽ ഈ ഒരു വലിയ സ്ക്വയറിൽ നിന്ന് ഒരു ചെറിയ സ്ക്വയർ മുറിച്ചു മാറ്റിയാൽ ബാക്കി വരുന്ന ഭാഗത്തിന്റെ ഏരിയയാണ്. ഈ ബാക്കി വരുന്ന ഭാഗത്തിനെ നിങ്ങൾക്ക് രണ്ട് റെക്റ്റാങ്കിൾസ് ആയിട്ട് മുറിക്കാമല്ലോ. ഒന്നാമത്തെ റെക്റ്റാങ്കിള്, ഇത് രണ്ടാമത്തെ റെക്റ്റാങ്കിൾ. ഈ രണ്ട് റെക്റ്റാങ്കിൾസിന്റെയും ഏരിയ കൂട്ടിയാൽ കിട്ടുന്നതാണ് a² - b². അതിൽ ആർക്കും സംശയമില്ലല്ലോ. a² - b². ശരിയല്ലേ? ഈ സ്ക്വയർ നോക്ക്, ഇത് സൈഡ് a ആണ്. ഇത് എത്രയായിരിക്കും നോക്കണേ? ഇത് മൊത്തം a ആണ്, ഇത് b ആണെങ്കിൽ ഈ നീളം എത്രയാണ് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഈ നീളം എത്രയാണ്? ഈ നീളം എന്ന് പറയുന്നത് എയിൽ നിന്ന് b കുറയ്ക്കണം, അതായത് a - b. ഒന്നാമത്തെ റെക്റ്റാങ്കിളിന്റെ വീതി എന്ന് പറയുന്നത് a - b ആണ്. നീളം എന്ന് പറയുന്നത് a ആണ്. ശരിയല്ലേ? നീളം a ആണ്, വീതി എന്ന് പറയുന്നത് a - b. ഇത് മൊത്തം a ആണെങ്കിൽ ഇത് a - b ആണ്. സംശയമില്ലല്ലോ. അതേപോലെ രണ്ടാമത്തെ റെക്റ്റാങ്കിൾ നോക്ക്. രണ്ടാമത്തെ റെക്റ്റാങ്കിളിന്റെ നീളം എന്ന് പറയുന്നത്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, നീളം എന്ന് പറയുന്നത് a - b ആണ്. ശരിയല്ലേ? ഈ നീളം എന്ന് പറയുന്നത് a - b ആണ്, കാരണം ഈ നീളം b ആണ്. ഓക്കെ, ഇത് മൊത്തം ശ്രദ്ധിക്കുക, ഇത് മൊത്തം a ആണ്, ഇത്രയും ഭാഗം b ആണെങ്കിൽ ഈ ഭാഗത്തിന്റെ നീളം എന്ന് പറയുന്നത് a - b ആയിരിക്കും. സെറ്റ്. ഓക്കെ, അതുപോലെ ഈ വീതി എന്ന് പറയുന്നത് എത്രയാണ്? ഈ വീതി b ആണ്. ഓക്കെ ആണോ? ഇനി ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിക്കണേ. ഞാൻ ഈ റെക്റ്റാങ്കിളിനെ ഇവിടുന്ന് എടുത്തിട്ട് അതിനൊന്ന് തിരിച്ചു. അങ്ങനെ തിരിച്ചാൽ ഇത് b, ഇത് a - b. ശരിയല്ലേ? തിരിച്ചിട്ട് ഇങ്ങനെ വെച്ചു a - b. എന്നിട്ട് ഇതിനെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഒരു പ്രശ്നമില്ലല്ലോ, ആർക്കൊരു പ്രശ്നമില്ലല്ലോ. എന്താ ചെയ്തത്? ഈ റെക്റ്റാങ്കിളിനെ ശ്രദ്ധിക്കണേ, ഈ റെക്റ്റാങ്കിളിനെ ഇവിടുന്ന് എടുത്ത് തിരിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഈ രണ്ട് റെക്റ്റാങ്കിൾസിന്റെയും കൂടെ ഏരിയ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? a² - b² കിട്ടും. ഈ കഷ്ണത്തിനെ മുറിച്ച് തിരിച്ചിവിടെ കൊണ്ടുവന്ന് വെച്ചാൽ എനിക്കൊരു വലിയ റെക്റ്റാങ്കിൾ ഇപ്പൊ കിട്ടിയോ? ഈ ഭാഗം നമുക്ക് തൽക്കാലം ഒഴിവാക്കാം. നമുക്ക് കാണേണ്ടിയിരുന്നത്, ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ, നമുക്ക് കാണേണ്ടിയിരുന്നത് ഈ ഒരു ഭാഗത്തിന്റെ ഏരിയയാണ്. ഈ ഒരു ഭാഗത്തിന്റെ ഏരിയ അത് കാണാൻ ഞാൻ എന്ത് ചെയ്തു? ഈ റെക്റ്റാങ്കിളിനെ ഇവിടുന്ന് മുറിച്ചെടുത്തിട്ട് തിരിച്ച് താഴെ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ ആണല്ലോ? സംശയമൊന്നുമില്ലല്ലോ. നമുക്ക് കാണേണ്ടത്, മക്കളെ മനസ്സിലാക്കുക, നമുക്ക് കാണേണ്ടത് എന്താണ്? നമുക്ക് കാണേണ്ടത് ഈ ഭാഗത്തിന്റെ ഏരിയയാണ് അല്ലേ? അത് കാണാൻ വേണ്ടി ഞാൻ എന്താ ചെയ്തത്? ഈ റെക്റ്റാങ്കിളിനെ ഇവിടുന്ന് മുറിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ ആണല്ലോ? ഇതിനെ ഇവിടുന്ന് മുറിച്ച് മാറ്റിയിട്ട് ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, തിരിച്ചിട്ട് ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ a² - b² എന്ന് പറയുന്നത് ഈ റെക്റ്റാങ്കിളിന്റെ, ശ്രദ്ധിച്ചു നോക്ക്, ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ അല്ലേ? ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയക്ക് ഈക്വൽ അല്ലേ? നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞേ. ശരിയല്ലേ? യെസ്. അപ്പോൾ ഇതിന്റെ നീളം എന്ന് പറയുന്നത് ഇത് a ആണ്. ശ്രദ്ധിക്കണേ, ഈ നീളം a ആണ്, ഇവിടുന്ന് ഇവിടം വരെ a.
അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെയുള്ള നീളം എത്രയാണ്? മൊത്തം നീളം, വലിയ റെക്റ്റാങ്കിളിന്റെ നീളം എന്ന് പറയുന്നത് എയും ബിയും കൂടെ കൂട്ടിയാൽ കിട്ടുന്നത് എത്രയാണത്? a+b. ശരിയാണോ? a+b. അതുപോലെ ഇതിന്റെ വീതി എന്ന് പറയുന്നത് നോക്കണേ, റെക്റ്റാങ്കിളിന്റെ വീതി എന്ന് പറയുന്നത് എന്താണ്? a-b. അപ്പോ ഏരിയ എന്തിന് ഈക്വൽ ആണ്? ഏരിയ ഇസ് ഈക്വൽ ടു a+b ഇൻറ്റു a-b. a+b ഇൻറ്റു a-b. എന്താണ് ഏരിയ? a² നിന്ന് b² പോയാൽ ബാക്കിയുള്ള ഭാഗത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തറിയാം? ഈ ഏരിയ എന്ന് പറയുന്നത് a² നിന്ന് b² ഒഴിവാക്കിയാൽ ബാക്കി വരുന്ന ഏരിയ എന്ന് പറയുന്നത് a² - b² ആണ്. ആ a² - b² എന്തിന് ഈക്വൽ ആണെന്നാ കിട്ടിയത്? a² - b² എന്ന് പറയുന്നത് a+b ഇൻറ്റു a-b. a² - b² എന്ന് പറയുന്നത് എന്താണ് മക്കളെ? a+b ഇൻറ്റു a-b. ഒരു എക്സാമ്പിൾ ചെയ്യാം. 28² - 22² നിങ്ങൾക്ക് ചെയ്യണം. 28² - 22² കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 28 + 22 ഇൻറ്റു 28 - 22. 28ഉം 22ഉം കൂട്ടിക്കഴിഞ്ഞാൽ 50 ഇൻറ്റു 28 നിന്ന് 22 കുറച്ച് കഴിഞ്ഞാൽ 6. ആൻസർ ഈസ് 300. ഓക്കെ ആണോ? വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ ആണല്ലോ? സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.